ഗുഡ് മോർണിംഗ് ഓൾ. ഹായ് മൈ ഗായ്സ്. അപ്പം നിങ്ങൾ റമദാൻ കരീമല്ല ഇന്ന് നിങ്ങളെല്ലാവരും നോമ്പ് നോറ്റെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ നോമ്പ് നോറ്റു, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടോ കേട്ടോ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഞാൻ ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇവിടെ തരുന്ന ഫോട്ടോ ആണ്. 3, 2, 1 ബൈ ബൈ. ഓക്കെ, അപ്പം ഇതാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ കാണിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് കാണിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കും. അതാണ് ഇവൻ്റെ സ്വഭാവം. ഓക്കെ, ഇതാണ് എൻ്റെ റമദാൻ കരീം. ഞാൻ 2 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ്. 2 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 2 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ്. എനിക്കൊരു സബ്സ്ക്രൈബ് എങ്കിലും തരണം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, അത്രയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ എന്നെ കുളിച്ചിട്ട് തരാം. ബൈ ബൈ. പോകാനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കുളിച്ചിട്ട് തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇനി ഇതാണെന്ന് എൻ്റെ സൂപ്പർ സീൻ. ഞാൻ എൻ്റെ ഡ്രസ്സ് ഇസ്തിരിയിരുന്നു, ബട്ട് നല്ല വെയിറ്റ് ഉണ്ട്. നാരി പുതു നാരി നാണം കൊണ്ട് കുതുങ്ങി സാരി നച്ചുറങ്ങി. എനിക്ക് ബാക്കി പാട്ടറിയില്ല. ഇതാണ് എൻ്റെ ഷാദി മസ്തി ഡാൻസ് വെൻ വി ആർ ഗോയിങ് ടു ബാത്ത്. ഞാൻ കുളിച്ചു വന്നു, നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ഇട്ടണ്ടേ. പിന്നെ ഞാൻ ദിക്ർ ചൊല്ലിയിട്ട് നേരെ ഞാൻ എന്തിനാണ് പോയതെന്നറിയോ? യെസ്, എൻ്റെ ബ്രദറിൻ്റെ ഫോട്ടോ എടുക്കാൻ. അവൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവന് ബുള്ളറ്റ് ഓടിക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കേണ്ടത്. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു. നിങ്ങൾ വീഡിയോ എടുത്തു. എന്ത് എങ്ങനെ ഓളായ? ഹെൽമെറ്റ് ഇട്ട് പാടുവാ? ഹെൽമെറ്റ് ഇട്ട് പാടുക ഒന്നായേ കൊളായാ? എനിക്ക് നോമ്പുണ്ടോ? നോമ്പ് കള്ളത്തരം പറയാം. എനിക്കറിയാം. നേരത്തെ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് ആയിരുന്നു. എന്ത് സബ്സ്ക്രൈബ് എൻ്റെ അനുൻ പറഞ്ഞു നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് ഇവന് ഇത്ര സമയം നിൽക്കുന്നത്, ലാപ്ടോപ്പിന് വേണ്ടിയിട്ട്. എൻ്റെ ലാപ്ടോപ്പിൽ പൊട്ടും. അപ്പോൾ അവന് പെയിൻ്റ് അടിക്കാൻ അറിയാം. അപ്പോൾ അവന് കളർ മാറ്റി പെയിൻ്റ് അടിച്ചു, പിന്നെയും കളർ മാറ്റും, പിന്നെയും പെയിൻ്റ് അടിക്കും. അതാണ് എൻ്റെ സ്വഭാവം. നിങ്ങളൊന്നിപ്പോൾ പറയുന്നത് കേട്ടോക്കൂ. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. 1 പോയിൻറ്റ്. അപ്പോൾ എൻ്റെ പപ്സിന് വേണ്ടിയിട്ട് മുറിക്കലാണ് കേട്ടോ. എന്നാലും ഞാൻ വരുന്നത് നോക്കിക്കോ. ഞാൻ എന്നോട് ഉമ്മ പറഞ്ഞു കായ്പോളക്ക് വേണ്ടിയിട്ട് കായ് മുറിക്കും. അപ്പം നമ്മൾ പറഞ്ഞനുസരിക്കണം. അപ്പോൾ ഞാൻ കായ് മുറിക്കുമ്പോൾ എൻ്റെ മുരട്ടോക്ക് കൈ മുറിയാതെ സൂക്ഷിക്കണം. ഞാൻ കൈയൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബത്തക്ക വെള്ളം, എനിക്ക് ഇഷ്ടപ്പെട്ട ബത്തക്ക വെള്ളം ഞാൻ മിസ്സാക്കില്ല. അപ്പം ഞാൻ എൻ്റെ ബത്തക്ക വെള്ളം കുത്തി അതിൻ്റെ ഊപ്പാട് ഇളക്കുന്നവരെ ഞാൻ കുത്തി. അപ്പം ടൈം നോക്കൂ. ടൈം എനിക്ക് ഇതിൽ ടൈം തെറ്റാണെന്ന് തോന്നുന്നു. പിന്നെ ചിക്കൻ മുറിച്ചു. റജഹ ഞാൻ ബത്തക്ക വെള്ളം ഉണ്ടാക്കുന്നതിൻ്റെ അസൂയയിൽ അവൾ പറഞ്ഞു ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കും. അങ്ങനെ അവൾ നാരങ്ങ വെള്ളം പീന് അവൾക്ക് പിയാൻ കഴിയില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ബത്തക്ക ജ്യൂസ്. കായ്പഴം ഞാൻ മുറിച്ച കായാണ് കേട്ടോ. പേടിക്കണ്ട. പിന്നെ നമ്മുടെ പപ്സ് വന്നു. പിന്നെ നമ്മൾ പപ്സ് ഞാനാണ് പപ്സ് കൊണ്ടുവച്ചത്. അതുകൊണ്ട് പ്രത്യേകം അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചു. അതിൻ്റെ ഭാഗം. പിന്നെ എൻ്റെ ഉമ്മ കായ്പോളം മുറിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ടോ? ഞാൻ വിചാരിച്ചത് എന്തിനാണ് വേറെ ആയിട്ട് മുറിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ പോട്ടെ. എൻ്റെ അമ്മ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചു, ഉന്നക്കായ് കൊണ്ടുവച്ചു. പിന്നെ എൻ്റെ ബത്തക്ക വെള്ളം, മുന്തിരിങ്ങ, ബത്തക്ക, കായ്പള, ഈത്തപ്പഴം, പപ്സ്, അങ്ങനെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചു, ദിക്ർ ചൊല്ലി. പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? ലെറ്റ്സ് സീ വാട്ട് ഐ എം ഡൂയിങ്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് നിൽക്കണം, ഒരു ലൈക്കും കൂടി തരണം. അപ്പം ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു തല കണ്ടോ? അതാണ് എൻ്റെ അനിയൻ. എൻ്റെ അനിയന് വല്ലാത്ത കുറുമ്പാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ എല്ലാ അനിയൻ. ഓക്കെ, ബൈ ബൈ, സീ യു. ഫോട്ടോസ്